ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വീടിൻ്റെ മണ്ടയ്ക്കാണോ മാങ്ങ അച്ചാർ എന്ന് ആരും ചോദിക്കരുത്. കാരണം നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ സാധനമുള്ളത് നമ്മുടെ ടെറസിൻ്റെ മേളിലാണ്. ഞാനുള്ളത് എൻ്റെ ടെറസ് ഗാർഡനിലാണ്. കണ്ടോ, എൻ്റെ മാവും ആയി വരുന്നുണ്ട്. അതും ഉടനെ അച്ചാറിന് കണക്കാക്കി മാങ്ങ കിട്ടുമായിരിക്കും കേട്ടോ ഇവിടുന്ന്. എന്തായാലും ഇത് കണ്ടോ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ നാട്ടുമാങ്ങ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാം, ഒരു അടിപൊളി വെറൈറ്റി അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മാങ്ങ എടുക്കാനാണ് വന്നിരിക്കണം. അപ്പോൾ ആദ്യം മാങ്ങ എടുത്തിട്ട് അച്ചാറിലേക്ക് കിടക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും മാങ്ങയും കൊണ്ട് അച്ചാറുണ്ടാക്കാം. ചെറിയ മാങ്ങയാണ്, പക്ഷേ വെറൈറ്റി അച്ചാർ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. താഴെ പോയിട്ട് നോക്കാം. ദേ ഞാൻ മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. അല്പം പോലും നനവില്ലാതെ തുടച്ചിട്ട് ഈ ഫാനിൻ്റെ ചുവട്ടിൽ നമ്മൾ കുറേ സമയമായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ നാടൻ മാങ്ങ തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇത് ശരിക്കും ഒരു ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫാനിൻ്റെ ചുവട്ടിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ മാങ്ങയെല്ലാം അതിൽ നിന്ന് ഡ്രൈ ആക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യണം. അച്ചാറുണ്ടാക്കാൻ ശരിക്കും മാങ്ങയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ച് തന്നെ ചെയ്യാം. നമുക്ക് ചുവടുന്ന് കഴിഞ്ഞതിന് ശേഷം ശബദേ ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിന് കഷ്ണങ്ങളാക്കണം കേട്ടോ. കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് രണ്ടാക്കിയിട്ട് ഇതൊരു രണ്ടായിട്ട് ഇത്രയും വലിയ കഷ്ണങ്ങളൊക്കെ ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിത് 1 കിലോ കണക്കാക്കിയിട്ട് മാങ്ങയുടെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കായി ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈയിട്ടൊന്നും ചെയ്യരുത്, നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു 3 മണിക്കൂർ സമയം ഒന്ന് അടച്ചങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മൾ നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. അതായത് നമ്മൾ ഉപ്പിലും മുളക് പൊടിയിലും ഇട്ട് വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂറായി. നന്നായിട്ട് മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ പിടിച്ചിരിപ്പുണ്ട് കണ്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ കഷ്ണങ്ങൾ ഞാൻ ഈ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. ഇതെന്തിനാണെന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാർ ഐറ്റംസിൽ പലതും വളരെ വേഗം കേടായി പോകാനുള്ള കാരണം അതിലുള്ള വാട്ടർ കണ്ടൻറ്റ്, ജലാംശമാണ്. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഉപ്പിട്ട് ഒരു 3-4 മണിക്കൂർ വെക്കുമ്പോൾ അതിലെ ജലാംശം മൊത്തം അല്ലെ വെള്ളം മൊത്തം ഊറി പുറത്തേക്ക് വരും. അതാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇത് നിറച്ച് ചാറങ്ങ് നിറഞ്ഞ് നിൽപ്പുണ്ട്. നമ്മൾ അല്പം പോലും വെള്ളം ചേർത്തതല്ല. കണ്ടോ, പിന്നെ കഷ്ണങ്ങൾ മാത്രം മാറ്റിയിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യാൻ പോകണേ. നോക്കിയേ, ഇത്രയും വെള്ളം ഇതിൽ നിന്ന് ഊറി ഇറങ്ങിയിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാവും. ഇതെന്തായാലും നമുക്ക് കളയാം, ഇത് ആവശ്യമില്ല നമുക്ക്. ഇത് ബാക്കി വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇത്രയും മാങ്ങാ കഷ്ണങ്ങളെ ഒരു 3 മണിക്കൂർ നല്ല വെയിലത്തൊന്ന് ഉണക്കിയെടുക്കാൻ പോകാം. ഒരു ദിവസത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഒത്തിരി അങ്ങനെ ഉണങ്ങാൻ പാടില്ല. ഈ നനവൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ 3-4 മണിക്കൂർ നല്ല വെയിലത്തൊന്ന് ഉണക്കിയെടുക്കാം. നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിത് അച്ചാറിൻ്റെ അവസാന പരിപാടികൾക്ക് വേണ്ടി നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ നമ്മുടെ മാങ്ങ കണ്ടോ ഒരു 3 മണിക്കൂറോളം നല്ല വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും നനവില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി കുറേ എടുത്ത് കഴിച്ചു കഴിഞ്ഞു.
അപ്പോൾ അത് നമുക്ക് ഇതിനുള്ള മസാല പൊടികളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. തീ ഏറ്റവും ലോ ആക്കി കൊടുക്കും കേട്ടോ. ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ട് കുഞ്ഞ് പാൻ വെച്ച് കൊടുക്കുകയാണേ. ഇത്രയും ഐറ്റംസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചതച്ച മുളക് കിട്ടിയില്ല എങ്കിൽ സാധാ വറ്റൽ മുളക് ഒന്ന് ചൂടാക്കിയിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെരുംജീരകമാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. പെരുംജീരകം ഞങ്ങളൊരു ചെറുതൊന്ന് പൊടിച്ച് വെച്ചതാണ്, ഞാനതാണ് എടുത്തിരിക്കുന്നത്. വലിയ ജീരകം എന്ന് പറയും. ചെറിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ശരിക്കും നമ്മളിത് ഏകദേശം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇങ്ങനെ ഉണക്കിയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് അവർ ആണെങ്കിൽ കരിഞ്ജീരകവും അയമോദകവും ഒക്കെ ചേർക്കാറുണ്ട്. നമുക്ക് നമ്മുടെ സാധാരണ കേരളീയമായ ഐറ്റംസ് വെച്ച് നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പോൾ എന്തായാലും കുഞ്ഞു പാനൊന്ന് ചൂടായി വരുന്നുണ്ട്. ആദ്യം ഞാൻ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുകയാണേ. 1 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉലുവ ശരിക്കും നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇത് ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്കതിനൊന്ന് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമ്മുടെ ചതച്ച മുളകില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക. നേരത്തെ പറഞ്ഞു നിങ്ങൾ വറ്റൽ മുളക് ചൂടാക്കിയിട്ടാണ് പൊടിക്കുന്നതെങ്കിൽ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ചതച്ച മുളക് അങ്ങനെ എടുത്തോണ്ടാ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് നിറമൊന്നും മാറണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പം മുളകൊന്ന് ചൂടായിട്ടുണ്ടേ. ഇനി ഞാൻ മാറ്റി വയ്ക്കുകയാണേ. ഇനി ബാക്കിയുള്ളത് പെരുംജീരകമുണ്ട്, ചെറിയ ജീരകമുണ്ട്, പിന്നെ കടുക്. ഇത് 3ഉം കൂടെ ഒരുമിച്ചിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതും ചൂടായിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല ഐറ്റംസ് എല്ലാമായി. ഇനി ഇതിനൊന്ന് മിക്സിക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിനി നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ മിക്സിങ്ങിലേക്ക് കിടക്കുകയാണ്. അതൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കുന്നത് എപ്പോഴും നല്ലത്. നല്ലെണ്ണ എന്നും എള്ളെണ്ണ എന്നും പറയും, എല്ലാം ഒന്ന് തന്നെ കേട്ടോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കുക. കടുകെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടാവില്ല അധികം. നല്ലെണ്ണ എപ്പോഴും നല്ലതാണ് അച്ചാറിന്. സോ അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിലേക്ക് കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഒരു 5-6 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. മസ്റ്റല്ല, പക്ഷേ പ്രത്യേക ടേസ്റ്റാണ്. ഒത്തിരി അധികം വേണ്ട കേട്ടോ. വെളുത്തുള്ളി കുറച്ച് മതിയേ. സോ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഒന്ന് നിറം മാറി വരുന്നുണ്ട്. ആ സമയത്തേക്ക് 2 താണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. നല്ല തിളച്ചിരിക്കുകയാണ്. ഒരല്പം തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ചൂടാക്കാൻ മാറി ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ ഈ സമയം നമ്മളിതിലേക്ക് പൊടികളൊന്നും ഇട്ട് കൊടുക്കുക. പൊടികളൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെല്ലാം വറുത്ത് പൊടിച്ചതാണേ. 4 ടേബിൾ സ്പൂണാണ് നമ്മൾ ചതച്ച മുളക് എടുത്തത്. ഇത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത കടുക്, പെരുംജീരകം, ചെറിയ ജീരകം അതിൻ്റെ മിക്സ് നമ്മൾ ഇട്ട് കൊടുത്തേ. ഇനി നമ്മൾ ഇട്ടിരിക്കുന്ന ഉലുവയാണേ, വറുത്ത് പൊടിച്ച ഉലുവ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ടേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു രസമുള്ള മസാല അല്ലേ. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ മസാല കൂട്ടിന്. ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്ന ഒരു 1/4 കപ്പ് വിനാഗിരിയാണ്. നമ്മൾ ഇത്രയും ഡ്രൈ ആക്കി ഒക്കെ ചെയ്തത് കാരണം വിനാഗിരിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ചാറ് കേടുകൂടാതിരിക്കും. അതിന് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു 1/4 കപ്പ് നനവിന് വേണ്ടി. മിക്സ് ഇപ്പോൾ ഓക്കെയാണ്. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് നമ്മൾ നേരത്തെ മാങ്ങയിൽ ചേർത്തിട്ടുണ്ട്, എന്നിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും അച്ചാറിന് ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച മാങ്ങയിലെ അതിട്ട് കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലുക്ക് വൈസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന അച്ചാറൊന്നും വളരെ വ്യത്യസ്തമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട് ഏതാണ്ടൊക്കെ, ബട്ട് ടേസ്റ്റ് എന്തായാലും ഡിഫറെൻ്റ് ആണ്. അതായത് ഇതിൽ നമ്മൾ ഉലുവ ഒക്കെ ചേർത്ത്, കാരണം ഉലുവ മാങ്ങ ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഈ അച്ചാർ അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം.
പിന്നെ വേറൊരു കാര്യം, ഒരു 2 ദിവസമെങ്കിലും അച്ചാറിനെ പുറത്ത് ദിവസം സെറ്റാക്കാം. സെറ്റാക്കിയിട്ട് എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം ഒരു എയർ ടൈറ്റ് ബോട്ടിലേക്ക് മാറ്റി ഒന്ന് സൂക്ഷിക്കുക. ഇനി വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. എന്തായാലും ഈ ഒരു ഡിഫറെന്റ് അച്ചാർ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സർവീസ്.